നിന്ന് കർത്താവിന്റെ ദാസന്മാരായി ദൈവമക്കളായി കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. 2025 കർത്താവ് നമ്മെ അത്ഭുതകരമായി നടത്തി. പോരാട്ടങ്ങളില്ലാഞ്ഞിട്ടല്ല, രോഗങ്ങളില്ലാഞ്ഞിട്ടല്ല, കഷ്ടങ്ങളില്ലാഞ്ഞിട്ടല്ല, എങ്കിലും അതിനകത്തൊന്നും തകർന്നു പോകാതെ ദൈവത്തിന്റെ വലിയ കരുതലും പരിപാലനവും നമ്മുടെ യാത്രകളിലും കുടുംബങ്ങളിൽ, തലമുറകളിൽ, ശുശ്രൂഷകളിൽ, ഭവനങ്ങളിൽ, ജോലിസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കരുതലിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാൻ 2024 കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ ഇടയാവും. സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് ഇന്ന് രാത്രിയിലെ നമ്മുടെ ശുശ്രൂഷയ്ക്കായി ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാമുവിനെ ഓർത്ത നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തമ്മിൽ വ്യക്തിപരമായി അധികം അടുപ്പങ്ങളില്ല. സ്തോത്രം. കർത്താവിന്റെ ദാസനും ഈ സമൂഹത്തോടുള്ള ബന്ധത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാണല്ലോ. സ്തോത്രം. പ്രിയ സാബുങ്കളാണ് കർത്താവിന്റെ ദാസൻ നമ്പർ തരാനും ഞങ്ങള് അങ്ങനെ വിളിക്കാനും ഇടയായി തീർന്നത്. കർത്താവിന്റെ ദാസൻ നമ്മോട് ആത്മനിയോഗം പോലെ നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കും. എല്ലാവരും, കഴിവുള്ള എല്ലാവരും വീഡിയോയിൽ വന്നാട്ട് നമുക്കത് അനുഗ്രഹമായിരിക്കും. സ്തോത്രം. കർത്താവിന്റെ ദാസനെ ആത്മനിയോഗം പോലെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും പുതിയൊരു വർഷത്തിന്റെ 5-ാം ദിവസം രാത്രിയില് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. വിശേഷാൽ പ്രിയ ജോസ് പാസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ യൂത്തിലുള്ള സാബുങ്കളുടെയും മേരി ആന്റി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സാബുങ്കളാണ് ഈ മീറ്റിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. 2 ആഴ്ചക്ക് മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞെങ്കിലും കൺവെൻഷനുള്ള ബന്ധത്തിലൊക്കെ പ്രിയ ജോസ് പാസ്റ്റർ തിരക്കിലായിരുന്നു. പ്രിയ ജോസ് പാസ്റ്റർ ഇന്ന ദിവസം എനിക്കിങ്ങനെ അസൈൻ ചെയ്ത് തന്നത് ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സമയത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ദൈവം നമുക്ക് ഒരുക്കി തരുന്ന ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ചാണ് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത്. കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോ കർത്താവിന്റെ ശിക്ഷണത്തിൽ ജീവിച്ച ശിഷ്യന്മാര് കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്കും ഒരുമിച്ച് ആ കർത്താവിന്റെ നല്ല ശിഷ്യത്വം സ്വീകരിച്ച് ഈ ഭൂമിയിൽ ഇത്രത്തോളം ജീവിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല സാവകാശങ്ങൾക്കായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ പേര് പ്രിയ പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ സാമൂനി എന്നാണ്. എന്റെ സ്വദേശം മാവേലിക്കര താലൂക്കിൽ നൂർനാട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ്. നൂർനാട് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലെ മെമ്പറും അതോടൊപ്പം തന്നെ ഇപ്പോൾ മാവേലിക്കര സെക്ഷനില് ഇടപ്പോൺ എന്ന് പറയുന്ന ദേശത്ത് അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ഒരു പുതിയ പ്രവർത്തനം തുടങ്ങിയിട്ട് കഴിഞ്ഞ നവംബർ മാസം 2-ാം തീയതി ആകുമ്പോൾ ഒരു വർഷം തികയാണ്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ കുടുംബസ്ഥനാണ്. വൈഫിന്റെ പേര് ലിൻസി. എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്, ഇമ്മാനുവേൽ, ഇവാഞ്ചലിൻ. അവരെ ഓർത്ത് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ അധികം മുഖവരിലേക്ക് പോകുവാൻ വേണ്ടി താല്പര്യമെന്നിൽ എനിക്ക് ദൈവം തന്ന ഒരു ദൈവിക വചനം നിങ്ങളുമായി പങ്കുവെച്ചിട്ട് പ്രാർത്ഥിച്ച് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുമായി കർത്താവിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്കറിയാം. അതിന്റെ ചില വചനങ്ങൾ ഞാനൊന്ന് വായിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ആർക്കെങ്കിലും വായിച്ച് സഹായിക്കാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ. അവൻ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയാൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകിൽ ശീമോൻ ഉണ്ടായതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട വല കീറാറായി.
അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികളും വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെ ഉള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും അവണ്ണം തന്നെ. അതിന് ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ച് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. വായിച്ചെന്ന് പ്രിയ ആന്റിക്ക് നന്ദി അറിയിക്കുകയാണ്. നാം വായിച്ചത് കേട്ടതുപോലെ കർത്താവിന്റെ ജീവിതയാത്രയിൽ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് കർത്താവിന്റെ ശുശ്രൂഷയുടെ ഭാഗമാക്കി തീർക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അവിടെ നാം നോക്കുകയാണെങ്കിൽ ഈ ശിമോൻ എന്ന് പറയുന്ന മനുഷ്യനെ കർത്താവ് ആദ്യമായി വിളിക്കുമ്പോൾ അവിടെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുകയാണെങ്കിൽ യേശുവിന്റെ ആദ്യത്തെ ശിഷ്യന്മാരെ എങ്ങനെ വിളിച്ചു എന്നുള്ളതാണ് അവിടെ ലൂക്കോസ് വിവരിക്കുന്നത്. എന്നാൽ നാം നോക്കുകയാണെങ്കിൽ യേശു ഗദര ദേശത്ത് തടാകം എന്ന് വിളിച്ചു വന്ന ഗലീല കടലിന്റെ തീരത്ത് എത്തി. ആദ്യം അവിടെ ഉണ്ടായിരുന്ന ശിമയോന്റെ പടകിൽ കർത്താവ് ഒന്ന് കയറി. അങ്ങനെ ഇരിക്കുമ്പോ തന്നെ അനുഗമിച്ച ആ ജനത്തെ എന്താ പറയുന്നത്, തന്നിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ, താൻ ഉപദേശിക്കുന്ന ദൈവിക വചനത്തിൽ വിശ്വസിച്ച് അവർ ഈ ലോകത്തിൽ ജീവിക്കുവാൻ കർത്താവ് അവിടെ ആഹ്വാനം ചെയ്യുക. നാം ഒന്ന് ചിന്തിക്കണം. ആ കർത്താവ് തന്റെ ശുശ്രൂഷയിൽ ദൈവജനത്തെ എന്ത് ചെയ്യുന്നു? കർത്താവിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനെ അല്ലാതെ ഈ ഉലകത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ അടുത്ത് നിൽക്കുവാൻ കർത്താവ് അല്ലാതെ വേറൊരാളെ നമുക്ക് അതിന് പകരക്കാരനായി വെക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, കർത്താവിന്റെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ ജനത്തെ കർത്താവിലേക്ക് ചേർത്തു നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശീമോൻ ഇരിക്കുന്ന പടകിലേക്ക് കർത്താവ് കയറിയിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? അല്പം പടകൊന്ന് നീക്കണം. അങ്ങനെ ഇരിക്കുമ്പോ ശീമോൻ പടകൊക്കെ നീക്കി. എന്നാൽ ശീമോനും അന്ത്രയോസും ഒക്കെ എന്ത് ചെയ്തു? കർത്താവ് ജനവുമായി സംവാദിക്കുന്ന അല്ലെങ്കിൽ ജനത്തെ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ കേട്ടിട്ട് അവർ പോലും എന്ത് ചെയ്തു? ആശ്ചര്യപ്പെട്ടു. ഇന്ന് രാത്രിയില് ദൈവത്തിന് വചനം നാം കേൾക്കുക മാത്രമല്ല, അത് ഗ്രഹിച്ച് നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്ചര്യത്തോടെ ആയിരിക്കണം. ഈ വേദഭാഗങ്ങളൊക്കെ നാം പലതവണ കേട്ടിട്ടുള്ളതായിരിക്കും, പലതവണ വായിച്ചിട്ടുള്ളതായിരിക്കും, പലതവണ നമ്മൾ ശുശ്രൂഷിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷേ യേശു ഈ ശിമോന്റെ പടകിലേക്ക് ഇരിക്കുമ്പോ അവിടെ എന്ത് ചെയ്യാണ്? ഈ എടുത്തുചാട്ടക്കാരനായ നിഷ്കളങ്കനായ എന്നാൽ സമ്പൂർണ്ണ സ്നേഹമുള്ളവനായ ഈ ശിമോനെ കർത്താവ് എന്ത് ചെയ്യുക? ആദ്യമായി ഒന്ന് തെരഞ്ഞെടുക്കുക. നാം നോക്കുകയാണെങ്കിൽ അവനോട് പറയുന്നുണ്ട്, എന്താ പറയുന്നത്? നീ അല്പം ഒന്ന് എന്ത് ചെയ്യാ? അങ്ങ് പടകൊന്നും നീക്കണം. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ആ പടകിൽ ശിമോൻ ഉള്ളതായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് അവൻ അവരോട് അപേക്ഷിച്ചു. അങ്ങനെ അവർ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. അങ്ങനെ സംസാരിച്ചു തീർന്നപ്പോ ജനവുമായുള്ള ആ ദൈവത്തിന്റെ ആ പുത്രനായ കർത്താവ് അവരെ ഉപദേശിച്ചു വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ പടകിലിരുന്ന ഈ മുക്കുവരായ ശിമയോനോട് ദൈവം പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ആഴത്തിലേക്ക് ഒന്ന് നീക്കി മീൻ പിടുത്തിക്കും വല ഇറക്കുവിനെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന എന്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ഭാഗം, ഒരു ചിന്ത ഇതാണ്. യേശു കൽപ്പിച്ചു. ശിമയോൻ അത് എന്ത് ചെയ്തു? അത് അനുസരിച്ചു. അനുസരിക്കുക മാത്രമല്ല, അത് അവന്റെ പ്രവൃത്തി മണ്ഡലത്തിൽ അവൻ എന്ത് ചെയ്തു? അത് കൊണ്ടുവന്നു. 1, യേശു കൽപ്പിച്ചു. 2, ശിമയോൻ അനുസരിച്ചു. 3, അത് അവന്റെ ജീവിതത്തിന്റെ ഭാഗമാകുവാൻ അവൻ എന്ത് ചെയ്തു? അത് പ്രവൃത്തി ബന്ധത്തിലേക്ക് കൊണ്ടുവന്നു. യേശു കൽപ്പിച്ചപ്പോൾ ശിമയോൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. നാഥ, ഞങ്ങൾ രാവന്തിയോളം അധ്വാനിച്ചു, എന്നാൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, ഒരു മീൻ പോലും കിട്ടിയില്ല. പക്ഷെ നിന്റെ വാക്കിനാൽ ഞങ്ങൾ എന്ത് ചെയ്യാം? വല ഇറക്കാം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവദാസന്മാരുണ്ട്, മാതാപിതാക്കന്മാരുണ്ട്, സഹോദരൻ
സഹോദരങ്ങളുണ്ട്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കർത്താവ് നമ്മളോട് എന്തു പറയുന്നു അതനുസരിപ്പാൻ ഈ പുതുവർഷത്തിൽ നാം തയ്യാറാകണം. അത് അഭിഷക്തന്മാരിലൂടെ സംസാരിക്കും, പ്രവാചകന്മാരിലൂടെ സംസാരിക്കും, സാധാരണ ഒരു സുവിശേഷകരിലൂടെ സംസാരിക്കും. ഒരു എന്താ പറയുക, ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടുവിശ്വാസിയോട് നമ്മോട് സംസാരിക്കും. നമ്മൾ അതിനെ നിസ്സാരമായി കാണരുത്. നമ്മുടെയൊക്കെ പരാജയം എന്ന് പറയുന്നത് ആണ്ടുകളും കാലങ്ങളും കഴിഞ്ഞു പോയിട്ടും ദൈവം പറയുന്നത് അനുസരിപ്പാൻ നാം കൂട്ടാക്കാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, യേശു കൽപ്പിച്ചു, ശിമയോൻ അതെന്ത് ചെയ്തു? അനുസരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. പലപ്പോഴും പലരും ഈ പറഞ്ഞേക്കാം, കർത്താവെ, ഞങ്ങൾ നാളുകളായി ഞങ്ങൾ നിന്നെ അറിഞ്ഞു, എന്നാൽ നിന്റെ സത്യത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു, ഞങ്ങൾക്ക് ഒരു നന്മയും പ്രാപിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ നന്മ എവിടെ? ഞങ്ങളുടെ അനുഗ്രഹം എവിടെ? ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി എവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യം ഉയർത്തുന്ന അനേകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പുത്രനായ കർത്താവ് നമ്മോട് പറഞ്ഞ ദൈവത്തിന്റെ വചനം നാം അനുസരിപ്പാൻ തയ്യാറാണെങ്കിൽ താമസമിതാ നമ്മോട് കൽപ്പിച്ച ദൈവിക വാഗ്ദത്തങ്ങൾ ഈ ആണ്ടിന്റെ ആരംഭ മാസങ്ങളിലും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു തരുവാൻ, അത്ഭുതം ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ വലത്തുഭാഗത്തുണ്ടെന്ന് വിശ്വസിപ്പാൻ നാം ഒന്നാമതായി തയ്യാറാക്കണം. ഒന്നാമതായി നാം നോക്കുകയാണെങ്കിൽ അവിടെ ശിമോനെതിരെ കർത്താവിന്റെ വാക്ക് അനുസരിച്ചു. അതിനുശേഷം അവൻ ആഴത്തിലേക്ക് വലയിറക്കി. നാം നോക്കണം, പകലിന്റെ വെളിച്ചത്തിലാണ് ശിമയോൻ എന്ത് ചെയ്യുന്നത്? വലയിറക്കുന്നത്. എന്നാൽ പകലിന്റെ വെളിച്ചത്തിലും കാണുവാൻ കഴിയാത്ത ആഴത്തിലേക്ക് യേശു കർത്താവായ ഉടയവൻ കൽപ്പിച്ചപ്പോ അവൻ അത് അനുസരിപ്പാൻ തയ്യാറായി. എന്നാൽ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത ആഴത്തിലേക്ക് അവൻ വല വീഴ്ത്തിയപ്പോൾ, ഇന്ന് നമുക്കറിയാം, ബോട്ടിൽ നിന്നും വലയിറക്കുമ്പോ നമുക്കറിയാം, ഡബിൾ നെറ്റ് ഒക്കെ ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കടലിൽ മീൻ പിടിക്കുമ്പോ അടിത്തട്ട് തൂത്തുവാരിയാണ് എന്ത് ചെയ്യുന്നത്? മത്സ്യബന്ധനക്കാർ മീൻ പിടിക്കുന്നത്. എന്നാൽ അന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ഒരു പടക് നിറയുവാൻ കഴിവുള്ള ഒരു വലയായിരിക്കും അന്നവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അവന്റെ വാക്കിനാൽ അവൻ അനുസരിച്ച് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത ആഴത്തിലേക്ക് അവൻ വലയിറക്കി. അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? അവൻ അല്പം എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ വിശ്വസിച്ചു, അവന്റെ കൽപ്പനയിൽ വിശ്വസിച്ചു, ആഴത്തിലേക്ക് വലയിറക്കി. അവിടെയാണ് ആ ദൈവത്തിന്റെ പുത്രനായ കർത്താവിന്റെ വാക്കനുസരിച്ചപ്പോൾ ശിമയോന് മനസ്സിലായി, ഇത് വെറുതെയല്ല, ഇവൻ മറ്റാരുമല്ല, ഇവനിൽ ഒരു ശക്തിയുണ്ട്, ഇവനിൽ ഒരു കൃപയുണ്ട്, ഇവനിൽ ഒരു അഭിഷേകമുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ കേൾക്കുന്ന ദൈവിക വചനത്തിനൊരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മൾ പോലും കാണാത്ത മണ്ഡലങ്ങളിൽ, നമുക്കറിയാത്ത മേഖലകളിൽ ആ ശക്തി എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നാം ദൈവത്തിൽ അനുസരിപ്പാൻ തയ്യാറാണെങ്കിൽ. അവൻ ദൈവത്തിൽ അനുസരിച്ചപ്പോ, ദൈവപുത്രനായ കർത്താവിൽ വിശ്വസിച്ചപ്പോ, രാവന്തിയോളം പണിയെടുത്തിട്ടും കിട്ടാത്ത മീനുകളെ അവന്റെ വലയിൽ നിറയുവാനിടയായി തീർന്നു. എങ്ങനെയാ അത് നിറഞ്ഞത്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ കർത്താവ് പ്രകൃതിയോട് കൽപ്പിച്ചു. അവിടെ ഒരുവൻ വല ഇറക്കുന്നു, അവന്റെ വലയിൽ എന്ത് ചെയ്യണം? പെരുത്ത മീൻ കൂട്ടങ്ങൾ കയറണം. നമ്മളൊന്ന് ചിന്തിച്ച്, നമുക്കറിയാം, സമുദ്രത്തിന്റെ ഏത് ഭാഗത്ത് വല ഇറക്കിയാലും അല്പം ഊപ്പെങ്കിലും കിട്ടും. എന്നാൽ പത്രോസിന് അത് കിട്ടിയില്ല. പത്രോസിന്റെ വാക്കുകളിൽ വളരെ പ്രസക്തമാണ്, വ്യക്തമാണ്. നാഥാ, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തെ സേവിക്കുന്ന പിതാവേ, മാതാവേ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്, നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. നിങ്ങൾ വിശ്വസിപ്പാൻ തയ്യാറായാൽ അവന്റെ പടകിനെ നിറച്ച ദൈവം, അവന്റെ വലയെ നിറച്ച ദൈവം നിശ്ചയമായി നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടുന്ന നന്മകൾ കൊണ്ട് നിറപ്പാൻ, അനുഗ്രഹം കൊണ്ട് നിറപ്പാൻ, പ്രാർത്ഥന
പ്രാർത്ഥനകളുടെ മറുപടി തന്ന് നമ്മെ നയിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തന. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കണം, കർത്താവെ ഞങ്ങൾ ആഴത്തിലേക്ക് വലയിറപ്പാൻ തയ്യാറാ. ഞങ്ങളും ആഴത്തിലേക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ അമേ വളർത്തുവാൻ, അല്ലെങ്കിൽ അതിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങൾ തയ്യാറാ. ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ, ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ശിമയോന്റെ വലയെ നിറച്ചതുപോലെ വലിയൊരു നിറവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകാനിടയായി തീരും. നാം നോക്കുക, ഗലീല കടലിലെ തിരമാലകൾക്കും റോമയിലെ കൊട്ടാരത്തിന്റെ ഇടയിലും സംഭവിച്ച വീഴ്ചകളുടെയും ഉയർച്ചകളുടെയും വിജയത്തിന് രൂപമാ ശിമയോന്റെ എന്ന് പറയുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ശിമയോന്റെ ജീവിതത്തിൽ കർത്താവിനെ ആ വലയിൽ നിറഞ്ഞ മീനുകളെ കണ്ട് അവൻ സാഷ്ടാംഗം കർത്താവിന്റെ കാൽക്കൽ വീഴുക. അവൻ അപേക്ഷിക്കുന്ന ഒരു നിലവിളിയുണ്ട്, നാഥാ ഞാനൊരു പാപിയാണ്, നീ എന്നെ വിട്ടിട്ട് പോകണം. അവന് നന്നായി മനസ്സിലായി, എന്റെ പാപം കൊണ്ട് എനിക്ക് യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ കഴിയില്ല. പക്ഷെ അവൻ കർത്താവിന്റെ കാൽക്കൽ വീണ് അവൻ ഏറ്റുപറയുവാൻ തയ്യാറായി. ഇന്ന് രാത്രിയിൽ എത്ര പേർ കർത്താവിന്റെ മുമ്പിൽ ഏറ്റുപറയുവാൻ തയ്യാറാകും? നാഥാ ഞാൻ തെറ്റിപ്പോയി, എന്റെ ചിന്തയില്, എന്റെ നോട്ടത്തില്, എന്റെ സംസാരത്തില്, എന്റെ കൂട്ടായ്മയില്, എന്റെ നടപ്പില്, എന്റെ ഇരിപ്പില്, എന്റെ ശുശ്രൂഷയില്, എന്റെ കൊടുക്കൽ വാങ്ങല്, കർത്താവെ വന്നുപോയ സമസ്ത മണ്ഡലത്തിലും എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ ഇന്ന് രാത്രിയിൽ എത്ര പേർ തയ്യാറാകും? അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവകരമുണ്ട്, അവർക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവകരമുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവ് അവനോട് പറയുക, ഞാൻ ഇന്നു മുതൽ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഇത് നിസാരമായ ഒരു കാര്യമല്ല. പ്രീസലോ അവൻ കർത്താവിനെ അവിടെ വിശ്വസിപ്പാനിടയായി തീർന്നു. അവൻ വള്ളവും വലയും ഇട്ടിട്ട് കർത്താവിനെ അനുഗമിച്ചു. ഒന്നാമത്തെ വിളി അവിടുന്ന് തുടങ്ങി. എന്നാൽ പത്രോസിന് അവൻ ശിമയോന്റെ ജീവിതം അവിടെ കൊണ്ട് തീരുക. അവൻ പിന്നെ പത്രോസായിട്ട് ജനിക്കുക അവിടെ ചെയ്യുന്നത്. നാം നോക്കുകയാണെങ്കിൽ അവന് ഈ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ കർത്താവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവിനോട് കൂടെ മുമ്പേ നടന്ന ഒരു വ്യക്തിയാണ്. ഈ ശിമയോന്റെ പഴയ ജീവിതം എന്ന് പറയുന്നത് അവൻ കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ കർത്താവിന്റെ വാക്കിനാൽ അവൻ എന്ത് ചെയ്തു? കർത്താവിന്റെ കാൽക്കൽ വീണ് അവന്റെ കുറവേറ്റു പറഞ്ഞ് കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ദൈവ വൈതലേ, നാം കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നാം ആരായിരുന്നു? ഒരു പാപിയായിരുന്നു. ഞാൻ എന്റെ അനുഭവം കൂടെ ഞാൻ നിങ്ങളോട് പറയുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. എന്റെ അമ്മയ്ക്ക് 6 വർഷം എന്റെ പപ്പായ്ക്കും അമ്മയ്ക്കും മക്കളില്ലാതിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ച് കരഞ്ഞ് ഒരു റൂമിനകത്ത് കയറി ആരോടും സംസാരിക്കാതെ ദൈവപാദപീഠത്തിലിരുന്ന് അനേക ദൈവദാസിമാർ, അനേക ദൈവമക്കൾ കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഉപവസിക്കുകയും 6 വർഷം മക്കളില്ലാത്ത തേങ്ങൽ എന്റെ അമ്മ ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു. ഹന്ന കരഞ്ഞു ശമൂവേൽ ബാലനെ നൽകിയതുപോലെ 6-ാം വർഷം അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായി. എന്റെ അമ്മയുടെ അന്നത്തെ ഒരു ദൈവത്തോടുള്ള ആ വിശ്വാസവും ദൈവത്തോടുള്ള സ്നേഹവും കണ്ട് എന്റെ അമ്മ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അതാണായാലും പെണ്ണായാലും നിന്റെ നാമത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുക. അങ്ങനെ ഞാൻ ജനിച്ചു വീണ് എന്റെ പപ്പ ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നവരാ. എന്റെ മമ്മി എന്റെ പപ്പായി വിവാഹം കഴിച്ച് വീട്ടിൽ വന്ന് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ച ഒരു മാതാവ്. എന്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ആദ്യമായി അവരും വിശ്വാസം. എന്റെ പപ്പ ഇന്നും വിശ്വാസത്തിലല്ല. എന്റെ പിതാവിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ നിമിഷം ഞാൻ എന്റെ ചെറുപ്രായ കാലഘട്ടം മുതൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ചെയ്യുവാനായിട്ട് എന്റെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും ക്രിസ്തുവിനോട് അകന്നു പോയ നിമിഷങ്ങൾ എന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ 2011 എന്റെ മാതാവിന് ക്യാൻസർ പിടിപ്പെടുകയും ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനും 2011 ഞാൻ ദൈവസന തീരുമാനം. കർത്താവെ, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച എന്റെ പ്രാർത്ഥന പ്രകാരമാണ്. ഞാൻ കാരണം എന്റെ മാതാവിന് ഈ രോഗം പിടിപെട്ടതെങ്കിൽ കർത്താവ് നീ ക്ഷമിച്ച് നിന്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ ഞാൻ തയ്യാറാണ്. നീ എന്നെ സഹായിക്കണമേ. ഞാൻ നിന്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ഇറങ്ങാം. കർത്താവെ, ആ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങുമ്പോ
എന്റെ മാതാവിന് സൗഖ്യം കൽപ്പിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അങ്ങനെ 2012 ബഥേൽ ബൈബിൾ കോളേജിൽ പഠനത്തിന് വേണ്ടി കടന്നുപോയി. 2015 ഗ്രാജുവേറ്റ് ചെയ്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി 2017 പൂർണ്ണമായി ഇറങ്ങി. ഇന്ന് മഹത്വമുള്ള വേല, കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോ ഞാൻ ദൈവത്തോട് പറയുവാനുള്ള, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥന, കർത്താവ് വീണ്ടും പോയി നിന്നും എന്നെ കരം പിടിച്ചൊന്ന് ഉയർത്തണമേ. കർത്താവെ, ഞാൻ അങ്ങിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ ദൈവസന്നിധിയിൽ ഞാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ കണ്ണുനീർ വൃഥാവല്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ വൃഥാവല്ല. അവനിൽ വിശ്വസിച്ച് പ്രാർത്ഥിപ്പാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കൈകുറുകാത്തൊരു ദൈവത്തിന്റെ കാര്യം, കുറുകിപ്പോകാത്തൊരു ദൈവത്തിന്റെ കാര്യം നമുക്ക് വേണ്ടി ചലിക്കപ്പെടുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ പത്രോസായി മാറിയപ്പോ അവന്റെ ജീവിതത്തിൽ അവൻ കർത്താവിന്റെ കൂടെ നടക്കുവാനിടയായി തീർന്നു. ഒരിക്കൽ അവൻ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിന്റെ കൂടെ സഞ്ചരിച്ച ഒരു ശിഷ്യനായി മാറി. അങ്ങനെ ഇരിക്കുമ്പോ അവൻ കർത്താവിന്റെ സന്നിധിയിൽ അവനെ തന്നെ സമർപ്പിച്ചു. ഒരു ദിവസം ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുന്ന നിമിഷം കർത്താവിൽ കടൽ മീതെ നടന്നു വരുന്നത് കണ്ടിട്ട് കർത്താവെ, അത് നീയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അവർ ഭയപ്പെട്ടു പോയ നിമിഷത്തിൽ അവരോട് പറയുന്നത്, ഇത് ഞാനാകുന്നു. പലപ്പോഴും നമ്മൾ ഭയപ്പെട്ടു പോകുന്ന നിമിഷം, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷം, നമ്മെ സഹായിപ്പാൻ ആരുമില്ലാത്ത നിമിഷം, അവിടെ നമുക്ക് ആരുമില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവം നമ്മുടെ വലത്തുഭാഗത്തുണ്ട്. നാം അവനിൽ നിന്നും അകന്നു പോയാലും നമ്മിൽ നിന്നും അകത്തു പോകാത്തൊരു കർത്താവിന്റെ സന്നിധിയിലാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ രാത്രിയിൽ വിശ്വാസത്തോടെ പറയണം, കർത്താവേ, അങ്ങ് എന്റെ കൂടെ ഒന്ന് നിൽക്കണമേ. പത്രോസ് അവനോട് പറയുന്നുണ്ട്, കർത്താവേ, അത് നീയാണെങ്കിൽ ഞാനും വെള്ളത്തിന്മീതെ നടക്കുവാൻ നീ ഒന്ന് കൽപ്പിക്കുക. ഇന്ന് രാത്രി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ, നീ എനിക്ക് വേണ്ടി ഒന്ന് കൽപ്പിക്കണമേ. പത്രോസ് എന്ത് ചെയ്തു? കർത്താവിനോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഒന്ന് കൽപ്പിക്കണമേ. അവൻ കൽപ്പിച്ചു. അവൻ വെള്ളത്തിന് മീതെ നടന്നു. ചരിത്രത്തിൽ ഏക മനുഷ്യനായി പത്രോസ് മാറിയ കാര്യം, ഇന്ന് വരെയും കർത്താവിനോട് കൂടെ അല്ലെങ്കിൽ വെള്ളത്തിൽ മീതെ നടന്നത് പത്രോസ് മാത്രമാണ്. പത്രോസ് ഒരു ചരിത്രമായി മാറി. എന്നാൽ കാറ്റും തിരമാലകളും കണ്ടപ്പോൾ അവൻ ഭയന്നു. വെള്ളത്തിൽ മുങ്ങിപ്പോകുവാൻ തുടങ്ങിയപ്പോ കർത്താവിനോട് അവൻ വിളിച്ചു പറഞ്ഞത്, നാഥാ, ഞാൻ മുങ്ങിപ്പോകുന്നു, നാഥാ, ഞാൻ മുങ്ങിപ്പോകുന്നു. എന്നാൽ അവന്റെ വലം കൈ നീട്ടി പത്രോസിനെ അവിടെ വിശ്വസിക്കുകയാണ്. അവിടെ ഈ ഒരു സംഭവം അവിടെ വിളിച്ചു പറയുന്നത്, വിശ്വാസത്തിനും സംശയത്തിനും ഇടയിലുള്ള മനുഷ്യന്റെ പോരാട്ടമാണ് ഈ കാണിക്കുന്നത്. നാം മനുഷ്യരാ. നമുക്ക് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോ ചില സമയത്തൊക്കെ നമ്മുടെ മനസ്സെന്ത് ചഞ്ചലപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ പത്രോസ് ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്തു? അവനിൽ അല്പം തിരമാലയും അല്പം വെള്ളത്തിന്റെ ഇളക്കവും കണ്ടപ്പോൾ അവന്റെ ഹൃദയം എന്ത് ചെയ്തു? ഭയപ്പെട്ടു പോയി. അവന്റെ വിശ്വാസം ചോർന്നു പോയി. ഇന്ന് രാത്രിയിൽ എന്നിൽ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, പ്രതികൂലങ്ങൾ കണ്ട് ചോർന്നു പോകേണ്ടതല്ല നമ്മുടെ വിശ്വാസം. പ്രതിസന്ധികൾ കണ്ട് മാറിക്കളയേണ്ടതല്ല നമ്മുടെ നിത്യജീവിതം. നാം ദൈവത്തിന്റെ സന്നിധിയിൽ കാറ്റും ഏതുമായിക്കോട്ടെ, ഈശാനമൂലനും വടുതിക്കാറ്റും തെന്നിക്കാറ്റും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറി മാറി അടിച്ചോട്ടെ, അതിന്റെ ഇടവിലും ഇറങ്ങി വന്ന് വലങ്കൈ നീട്ടി നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ യേശു അവനോട് പറഞ്ഞത്, നിനക്ക് അല്പവിശ്വാസമേ ഉള്ളൂ. ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പാടുകയും ഉപവസിക്കുകയും അന്യഭാഷയും ഒക്കെ പറയുന്ന നമുക്കും ചില സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യും? അല്പവിശ്വാസം പോലെയാ.
ആമേ ഇളകി മറിയുന്ന ജീവിത ആമേ ഇളകി മറിയുന്ന ലോകമഹാസമുദ്രത്തിലൂടെയാണ് നമ്മുടെ ജീവിത കപ്പൽ ഓടുന്നത്. എന്നാൽ അതിനെയൊന്നും ദൃഷ്ടി പതിക്കാതെ സ്തേഫാനോസ് കണ്ണുകളുയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ ഞാനും നിങ്ങളും ആമേൻ ഈ പുതുവർഷത്തിലും പ്രാർത്ഥിപ്പാൻ തയ്യാറാകണം. ആമേൻ പത്രോസിന്റെ ജീവിതം നാം നോക്കുകയാണെങ്കിൽ ആമേൻ അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് അവനൊരു എടുത്തിയാട്ടക്കാരനാണ്. അവൻ അല്പം കോപമുന്നിലുള്ളവനാ. നമുക്കറിയാം കർത്താവിനെ പിടിക്കുവാൻ ഭരണാധികാരികളും സൈന്യവും വന്നപ്പോ അവന്റെ ഉറയിൽ കിടന്ന് കത്തിയെടുത്ത് അവന്റെ ചെവി എന്ത് ചെയ്തു? വെട്ടിയിട്ടു. കർത്താവ് അവനെ ശ്വാസിച്ചു. കർത്താവ് എന്ത് ചെയ്തു? നിലത്ത് വീണ ചെവി എടുത്ത് അവനെ അവിടെ ആ പഴയ സ്ഥാനത്ത് യഥാസ്ഥാനത്താക്കി കൊടുത്തു. അങ്ങനെയെങ്കിൽ ഈ പത്രോസിനെ ദൈവം എന്ത് ചെയ്തു? മാറ്റി നിർത്തിയില്ല, അവനെ ചേർത്തു പിടിച്ചു. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ആത്മാവിൽ ആരൊക്കെ നിങ്ങളെ മാറ്റിയാലും ആരൊക്കെ നിങ്ങളെ തടഞ്ഞാലും മാറ്റാത്തൊരു ദൈവം, ഒറ്റപ്പെടുത്താത്തൊരു ദൈവം, ഉപേക്ഷിക്കാത്തൊരു കർത്താവ് ഇന്ന് രാത്രിയിലും എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നുണ്ടെന്ന് പറയുവാൻ വിശ്വസിക്കുന്നവർ കരങ്ങളെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആരെല്ലാം എന്തെല്ലാം കാണിച്ചാലും, ആരെല്ലാം എന്തൊക്കെ ചെയ്താലും, ആരെല്ലാം നമ്മളെ മുറിവേൽപ്പിച്ചാലും നമ്മെ കൈവിടാതെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. ഇവിടെ നാം നോക്കിയാണെങ്കിൽ ഈ പത്രോസ് എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ കാരാഗ്രഹത്തിൽ അവനെ അടയ്ക്കപ്പെടുന്നതിന് മുമ്പ് ഈ പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്ന ഒരു ഭാഗമുണ്ട്. യേശു കർത്താവിന്റെ കൂടെ ഇരുന്ന്, യേശു കർത്താവിന്റെ കൂടെ പന്തിയിലിരുന്ന് അത്താഴം കഴിക്കുകയും യേശു കർത്താവിന്റെ കൂടെ സഞ്ചരിപ്പാൻ മുൻപന്തി നിന്ന പത്രോസ്, പത്രോസിന്റെ ജീവിതത്തിൽ അവൻ അല്പം എന്ത് ചെയ്തു? അവൻ കർത്താവ് പിടിക്കപ്പെട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? അവന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി കർത്താവിനെ തള്ളിപ്പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞു, നീ കോഴി കൂവുന്നതിന് മുമ്പേ എന്നെ നീ എന്ത് ചെയ്യും? തള്ളിപ്പറയും. ഇന്ന് രാത്രിയില് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ലോകത്തിൽ പീഡകൾ കടന്നു വരും. ഈ ലോകത്തിൽ നമ്മുടെ ഈ സ്വാതന്ത്ര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നിന്നു പോകും. ചിലപ്പോ നമുക്ക് ഇങ്ങനെയുള്ളൊരു സംവിധാനങ്ങൾ പോലും നമുക്ക് ഇനി കിട്ടിയില്ലെന്ന് വന്നേക്കാം. പക്ഷേ നമ്മുടെ വിശ്വാസം നമ്മൾ എന്ത് ചെയ്യരുത്? കൈവിടരുത്. ക്രിസ്തുവിലുള്ള നമ്മുടെ ഭക്തി എന്ത് ചെയ്യരുത്? ചോർന്നു പോകരുത്. എനിക്ക് ഏറ്റവും അടുത്തുള്ള എന്റെ സ്നേഹിതനായ ഒരു പാസ്റ്റർ പറഞ്ഞത്, നമ്മുടെ ഈ സൂം മീറ്റിംഗ് ഉള്ള സംവിധാനങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ എന്ത് ചെയ്യും? ഒബ്സർവ് നടത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നിലച്ചു പോകുന്ന ഒരു കാലഘട്ടം വരും. എന്നിരുന്നാലും നമുക്ക് ദൈവം തന്ന നമ്മുടെ ഉള്ളിൽ പകർന്ന ആ ദിവ്യ വെളിച്ചം കരിന്തിരി കത്തുന്നവരായിട്ടല്ല, നാം അത് ദൈനം തോറും കത്തി ജ്വലിക്കുന്നവരായി മാറണം. മത്തായി സുവിശേഷം പറയുന്നത് പോലെ വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല, തണ്ടിന്മേൽ വെച്ച് അതും എല്ലായിടത്തും പ്രകാശമായി മാറുന്നത് പോലെ നാം ഒരു വെളിച്ചമായി മാറണം. പത്രോസിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ കർത്താവ് പിടിക്കപ്പെട്ടപ്പോ അവൻ എന്ത് ചെയ്തു? ആദ്യം ഒരു സഹോദരിയുടെ മുമ്പിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അല്പം അങ്ങോട്ട് മാറി, നീയും ആ ഗലീലക്കാരന്റെ കൂടെയുള്ളവനല്ലോ എന്ന ഒറ്റ ചോദ്യത്തിൽ അവൻ വീണ്ടും പറഞ്ഞു, എനിക്ക് അവനെ അറിയുകയില്ല. അല്പം മാറി കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോ പറഞ്ഞു, നീയും ആ യേശുവിന്റെ കൂടെ ഉള്ളവനല്ലോ, ഞാൻ നിന്നെ അവന്റെ കൂടെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും അവൻ പറയുകയാണ്, ഇല്ല, എനിക്ക് അവനെ അറിയുകയില്ല. ഞാൻ ചോദിക്കുന്ന ഒരു വളരെ പശ്ചാത്താപത്തോടെ, വളരെ വിങ്ങലോടെ, വളരെ ഭാരത്തോടെ പത്രോസ് എന്ത് ചെയ്യുക? കർത്താവിന്റെ ക്രൂശീകരണത്തെ കാണുകയാണ്. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, നാം ഈ വിശ്വാസം സ്വീകരിച്ചിട്ട് കർത്താവിനെ തള്ളിക്കളയാനായിട്ടല്ല, കർത്താവിനെ ഉപേക്ഷിച്ച് കളയുവാനല്ല. നമുക്ക് അല്പം കഷ്ടത വരുമ്പോ, നമുക്കല്പം രോഗം വരുമ്പോ, നമുക്കല്പം കടഭാരം വരുമ്പോ, നമുക്കല്പം നിന്ന വരുമ്പോ, കർത്താവേ, ഞാൻ നിന്നെ സേവിച്ച നിമിത്തം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുപോയല്ലോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്,
പിന്നത്തേതിൽ പത്രോസിനെ ആമേൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമ്പോ ആമേൻ ഈ സ്വർഗത്തിലെ ദൈവത്തിന് ദൂതൻ ആമേൻ ആ കാരാഗ്രഹത്തെ തുവാതിലിനെ തുറന്ന് അവന്റെ കയ്യിലെ ചങ്ങലകളെ ആമേൻ അഴിച്ചു മാറ്റി അവനെ സ്വാതന്ത്ര്യത്തോടെ പുറത്തിറക്കി. അവൻ പിന്നെ പിടിക്കപ്പെടുമ്പോ അവനെ ക്രൂശിലേക്ക് എന്ത് ചെയ്യുക, അവനെ കൊല്ലുവാൻ ഏൽപ്പിക്കുമ്പോ അവൻ പറയുന്ന ഒരു ഭാഗം ഈ പ്രകാരമാ: അവൻ എന്റെ നാഥൻ മരിച്ചതുപോലെ മരിക്കുവാൻ അവൻ ഞാൻ യോഗ്യനല്ല, എന്നെ തലകീഴായി ക്രൂശിക്കണം. അവൻ ഞാൻ വിശ്വസിക്കുന്നത് അവൻ 3 പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോ ഹാരിമനാഥന്റെ കാൽപാത ചുംബിച്ച അവൻ ആ കുരിശിൽ തലകീഴായി മരിക്കുവാൻ അവൻ തന്നെത്താനെ താഴ്ത്തി ഏൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കുന്നതാ ദൈവ പൈതലേ എന്റെയും നിങ്ങളുടെയും വിജയം എന്ന് പറയുന്നത്. എനിക്ക് തെറ്റുപറ്റി കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ, നിലവിളിപ്പാൻ തയ്യാറാണോ ഞാനും നിങ്ങളും? എന്നാൽ നിശ്ചയമായും അവൻ നമ്മളെ കൂടെ ഇരുന്ന് അവൻ നമ്മളെ ആശ്വസിപ്പിച്ച് നമ്മളെ വഴി നടത്തുന്ന അല്ലാരുമനാഥനെ അവൻ നമ്മുടെ മുറിക്കകത്ത്, നമ്മുടെ പുരയ്ക്കകത്ത്, നമ്മുടെ ശുശ്രൂഷാവേളയിൽ, നമ്മുടെ ശുശ്രൂഷാവേദിയിൽ ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീരും. നിങ്ങൾക്കറിയാമോ, പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ ക്രിസ്തുവിനെ അറിഞ്ഞു. അതൊരു ചരിത്രമാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മക്കളെ, ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി ഒരു ചരിത്രമായി മാറണം. ഞാനും നിങ്ങളും സമൂഹത്തിന് വേണ്ടി ചരിത്രമാകുവാനല്ല, കർത്താവിന് വേണ്ടി, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി അനേകരെ തീ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചു കയറ്റുവാൻ, അനേക പാപികളെ രക്ഷയിലേക്ക് നയിപ്പാൻ, അനേകരെ ക്രിസ്തുവിന്റെ ശിഷ്യരാക്കുവാൻ ഞാനും നിങ്ങളും ആ ദൈവത്തിന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ആ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തയ്യാറാകണം. ഞാന് ഒരു ചെറിയൊരു സംഭവം ഇതിന്റെ കൂട്ടത്തിൽ പറയുവാൻ ആഗ്രഹിക്കുക. സ്ഥലം ഏതാന്നോ, സംഘടന ഏതാന്നോ, സഭ ഏതാന്നോ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ നടന്ന ചെറിയൊരു കാര്യം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവസഭ പണിയുവാൻ ചുമൽ കൊടുക്കുകയും ദൈവസഭ പണിത് അവിടെ ആത്മാക്കൾ കടന്നു വരിക, അനേക ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും കർത്താവിനെ അറിഞ്ഞ് വിശ്വാസത്തിൽ വന്ന് ഒരു തെക്കൻ ദേശക്കാരനായ ഒരു അഭിഷിക്ത ദൈവദാസൻ അവിടെ ശുശ്രൂഷിക്കുവാൻ കടന്നു വന്നു. അദ്ദേഹത്തെ ശക്തമായി ദൈവം ഉപയോഗിച്ചു. ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞു അദ്ദേഹത്തിന് സ്ഥലം മാറ്റമായി. ആ ദൈവദാസൻ മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയായി. ഇന്ന് കഴിഞ്ഞത് 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ ആ സ്ഥലത്ത് ചെന്നപ്പോ പ്രിയ ജോസങ്ങളെ, എനിക്ക് കണ്ട ഒരു വളരെ വേദനകരമായ തോന്നിയ ഒരു കാര്യം, നന്നായി പണിത് ആസ്പെറ്റോസ് ഷീറ്റ് ആയിട്ടിരിക്കുന്നെങ്കിലും അതിനകത്ത് നോക്കിയാൽ നന്നായി വാർത്ത ഒരു ബിൽഡിംഗ് ആണെന്ന് നമുക്ക് തോന്നും. നന്നായി സീലിംഗ് ചെയ്ത്, നന്നായി അതിന്റെ അലങ്കാര ഭംഗികളൊക്കെ ചെയ്ത്, നല്ലൊരു പുൽപ്പീറ്റും നല്ലൊരു പ്രസംഗ വീടവും ഒക്കെ നന്നായി മനോഹരമായി, വാക്യങ്ങളൊക്കെ ഒരു ദേവാലയം. ഇന്നൊരു പ്രാർത്ഥനയും ഇല്ലാതെ, ഒരു ആരാധനയും ഇല്ലാതെ അവിടെ വന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും ഇന്ന് വിശ്വാസമാർഗമില്ലാതെ നിലച്ചു കിടക്കുന്ന വേദനകരമായ ഒരു കാഴ്ച കാണുവാൻ ഈ 35 വയസ്സിൽ ഞാൻ ആ മുറ്റത്ത് നിന്ന് കരഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാനൊരു പുതിയ പ്രവർത്തനം നടത്തുന്ന ഒരു ചെറിയൊരു ദൈവദാസനാ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എത്രയോ പേർക്ക് ആരാധനാലയങ്ങളില്ലാതെ വേദനിക്കുമ്പോ, എത്രയോ പേർക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ നിലവിളിക്കുമ്പോ, കർത്താവേ, ഇങ്ങനെ മനോഹരമായ ഒരു ആലയം ആർക്കും വേണ്ടാതെ ഒരു ഭ്രാന്താലയം പോലെ, ഒരു പ്രേതാലയം പോലെ കിടക്കുന്നത് വളരെ വേദനാകരമാണ്. കർത്താവേ, ഈ സഭയെ നയിപ്പാൻ ഒരു അഭിഷക്തനെ അയക്കണമേ, അനേകരെ ഇവിടെ കർത്താവിന്റെ നാമത്തില് തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്ന 2-3 വ്യക്തികളെ ഞാൻ കാണുവാനിടയായി തീർന്നു. ഞാൻ നോക്കിയപ്പോ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് അവരെങ്ങനെ വന്നു അതിനേക്കാളും 4 ഇരട്ടി കൂടുതലായി കണ്ണെഴുതി പൊട്ടും തൊട്ട് കാത് കിഴച്ച് കമ്മലുമിട്ട് കയ്യിൽ ആഭരണങ്ങളും ഒക്കെ ഇട്ട് നന്നായി സമയങ്ങളൊക്കെ ധരിച്ച് ലോകർ ജീവിക്കുന്നത് പോലെ വലതുകാലിന്റെ കണ്ണിയുടെ മണ്ടയ്ക്ക് കറുത്ത ചരടും കെട്ടി കയ്യിൽ ചുമന്ന ചരടും കെട്ടി നടക്കുന്ന കാഴ്ച കണ്ടപ്പോ ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവരോടൊന്ന് ക്ഷമിക്കണമേ. ഞാൻ ചോദിക്കട്ടെ,
അവർക്ക് പറയുവാൻ 100 കാരണങ്ങൾ കാണും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞ് അല്പം പണം നമുക്ക് കുറവ് വന്നേക്കാം. ചിലപ്പോൾ നമുക്ക് അല്പം ആഹാരമില്ലെന്ന് വന്നേക്കാം. ദൈനംദിന ജീവിതത്തിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ഭീമമായ ചെലവ് വന്നേക്കാം. നമുക്ക് കാണില്ല. സഭയിൽ ഒരു കൂട്ടായ്മ ആചരിപ്പാൻ നമ്മുടെ കയ്യിൽ ഒന്നും കാണില്ല. പക്ഷേ ഇവിടെ ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ അവന്റെ ഒറ്റ വാക്കിൽ വലയിറക്കിയപ്പോ അവന് മാത്രമല്ല ലഭിച്ചത്, അവന് ചുറ്റുമുണ്ടായിരുന്ന ചെറുപടകുകൾ പോലും നിറയുമാറ് സ്വർഗത്തിലെ ദൈവം പെരുത്ത മീൻകൂട്ടത്തെ നൽകി. ഇന്ന് രാത്രി ഈ രാത്രി പുതുവർഷത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, വിശ്വാസത്താൽ സുവിശേഷം എന്ന വചനം ഞങ്ങൾ ഘോഷിക്കുമ്പോ, കർത്താവെ, ഒരു ട്രാക്ടറിന്റെ കയ്യിൽ നിന്ന് ഒരു ദേശത്തിൽ ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോ, കർത്താവെ, അത് 1 അല്ല 100 പേരായി ഞങ്ങളുടെ ആലയങ്ങളിലേക്ക് മടക്കി തരണമേ എന്ന് പ്രാർത്ഥിപ്പാൻ ഇന്ന് രാത്രിയിൽ എത്ര പേർ തയ്യാറാകും? വളരെ ആത്മവേദനയോടെയാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത്. ദൈവത്തിന്റെ മക്കളെ, ശീമോൻ മാടി വിളിക്കുക, നിങ്ങളുടെ വരുവീൻ, ഞങ്ങളെ ഒന്ന് സഹായിപ്പീൻ. ഇത് ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് പിടിച്ചു കയറ്റുവാൻ കഴിയുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു ഈ ആണ്ടിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന എടപ്പോണിന് വേണ്ടി, പ്രിയ ജോസ് പാസ് ശുശ്രൂഷിക്കുന്ന സഭയ്ക്ക് വേണ്ടി, പ്രിയ ഫിലിപ്പ് പാസ് ശുശ്രൂഷിക്കുന്ന സഭയ്ക്ക് വേണ്ടി, പ്രിയ സാംബാസ് ശുശ്രൂഷിക്കുന്ന സഭയ്ക്ക് വേണ്ടി, അതുപോലെ തോമസ് ഫിലിപ്പ് പാസ് ശുശ്രൂഷിക്കുന്ന സഭയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ആത്മാക്കളെ നൽകിത്തരും. ശൂന്യമായി കിടക്കുന്ന ഇരിപ്പിടങ്ങളെ നിറപ്പാൻ കഴിവുള്ള ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ നാവിന്മേൽ അവർ അധികാരം തന്നിട്ടുണ്ട്. കൽപ്പിക്കാൻ തയ്യാറാകുവീൻ, അനുസരിപ്പാൻ തയ്യാറാകുവീൻ, ഏറ്റെടുപ്പാൻ തയ്യാറാകുവീൻ. അവിശ്വസിപ്പാനല്ല, വിശ്വസിച്ച് കർത്താവിന്റെ പാതയിൽ മുന്നേറുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുവാൻ മനസ്സുള്ളവരാണോ? നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി ഈ പകലിൽ രാത്രിയിലും വരും മാസങ്ങളിലും നടക്കുമെന്ന് ഉറപ്പായി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുവാൻ ഇന്ന് രാത്രി ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പത്രോസിന്റെ പടകും മാത്രമല്ല ചെറുപടകുകളും നാം പലപ്പോഴും പറയുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. അവർക്ക് നല്ല പണമുണ്ട്, ഞങ്ങൾക്ക് അല്പമേ ഉള്ളൂ. അവർക്ക് നല്ല വണ്ടിയുണ്ട്, ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. പ്രിയ സഹോദര സഹോദരി, കർത്താവിന് ഒരു കമ്പയറിംഗ് ഇല്ല. ഞാനും നിങ്ങൾ കർത്താവിന്റെ സന്നിധി തുല്യരാ. തക്ക സമയത്ത് നമുക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. ഈ ലോകത്തിന്റെ നന്മകൾ കണ്ടല്ല നാം കർത്താവിനെ സേവിക്കേണ്ടത്. ഈ ലോകത്തിന്റെ സകല സൗഭാഗ്യങ്ങളും 6 അടി മണ്ണ് വരെയുള്ളൂ. എന്നാൽ നിത്യത എന്ന് പറയുന്നത് അത് നീണ്ടു നിലനിൽക്കുന്നതാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ലോകത്തിന്റെ നന്മകൾക്ക് വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിന്റെ പ്രതാപങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, കർത്താവെ, ഞാൻ അറിഞ്ഞ വിശ്വാസത്തിൽ ഞാൻ അറിഞ്ഞ അങ്ങ് എനിക്ക് എന്റെ ഹൃദയത്തിൽ പകർന്ന വചന വെളിച്ചത്തിൽ വിശ്വസ്തയോടെ ജീവിപ്പാൻ നീ എന്നെ ഒന്ന് സഹായിക്കണമേ. അഭിഷിക്തന്മാരുടെ വായിൽ നിന്നും വരുന്ന ദൈവിക വചനങ്ങളെ ഏറ്റെടുത്ത് ജീവിപ്പാൻ കർത്താവെ നീ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറയുവാൻ ഇന്ന് രാത്രിയിൽ എത്ര പേർ തയ്യാറാകും? അവർക്ക് വേണ്ടി എന്റെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അവർക്ക് വേണ്ടി എന്റെ കർത്താവ് വീര്യത്തെ പ്രവർത്തിക്കും. മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം. അവിടെ പറയുന്നുണ്ട്, അവന്റെ സഹോദരനായ അന്ത്രയോസിനെ ഗലീല കടലിൽ മീൻ പിടിക്കുന്നവരായി കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് യേശു ഉടനെ അവരോട് കൽപ്പിച്ചു. യാക്കോബിനെ യോഹന്നാനെ വിളിച്ചു. അവരും ഉടനെ എഴുന്നേറ്റു. തങ്ങളുടെ കുടുംബത്തെയും വള്ളത്തെയും ജോലിയും വിട്ട് അവനെ അനുഗ്രഹിച്ചു. നമുക്കറിയാം, അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോ എങ്ങോട്ട് പോകുന്നു എന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാം വായിക്കുമ്പോ എന്നാൽ ആരുടെ കൂടെ പോകുന്നു എന്നറിയാമായിരുന്നു. ശീമോനും അന്ത്രയോസും നേരത്തെ യേശുവിനിൽ വിശ്വസിച്ചു. യോഹന്നാൻ 1:35 മുതൽ 42 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോ ഇപ്പോൾ തന്റെ അടുത്ത ശിഷ്യന്മാരാകുവാൻ
യേശു അവരെ വിളിക്കുക. ആമേ സകലവും ഇട്ട് തന്നെ അനുഗമിപ്പിക്കാനുള്ള ആഹ്വാനമാണ് അവർക്ക് ലഭിച്ചത്. ഇന്ന് രാത്രിയിലും ആമേ കർത്താവിനോട് പ്രാർത്ഥിപ്പാൻ, കർത്താവിന്റെ വചനം ധ്യാനിപ്പാനുള്ള ഒരു ആഹ്വാനം ആമേ ഈ സൂം പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്ന ഏവരോടും ഒരു എളിയ കർത്തദാസൻ എന്ന നിലയിൽ ദൈവനാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ ആമേൻ ദൈവമക്കൾ വചനം വായിക്കാതെ വണ്ണം, പ്രാർത്ഥിപ്പാൻ കഴിയാതെ വണ്ണം ആമേൻ ജീവിക്കുന്ന ജീവിത രീതികൾ ആമേൻ മാറ്റി ഈ പുതുവർഷത്തിൽ കർത്താവേ അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ, അങ്ങയോട് പ്രാർത്ഥിപ്പാൻ ഞാൻ തയ്യാറാകുന്നു. എന്റെ മേൽ അതൊരു കൃപ പകരണമേ എന്ന് പറയുവാൻ, എന്നെ അതിനായി സഹായിക്കണമേ എന്ന് പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ ഇന്ന് ആമേ ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ ആമേ ഞാനും നിങ്ങളും ആമേ ഒരു ഉറച്ച തീരുമാനത്തോടെ ആയിരിക്കണം. അവിടെ കർത്താവ് പറഞ്ഞു, ആമേ എന്നെ അനുഗമിക്കുക. പത്രോസും അന്ത്രയോസും ആമേൻ യാക്കോബും യോഹന്നാനും പോലെ എഴുന്നേറ്റ് യാതൊരു തർക്കവും കൂടാതെ എന്ത് ചെയ്തു? അവനെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തെ അനുഗമിക്കുവാൻ, കർത്താവിന്റെ വേലക്കിറങ്ങുവാൻ ഇന്ന് ആൾക്കാരും വ്യക്തികളും ഒക്കെ കുറവാ. ഇന്ന് ബൈബിൾ കോളേജിലൊക്കെ വിദ്യാർത്ഥികൾ കുറവാ. കാര്യം കർത്താവിന്റെ വേലയോട് ആമെ ബന്ധപ്പെട്ട് നിൽപ്പാൻ, കർത്താവിന്റെ ആമെ ശുശ്രൂഷയുടെ ഭാഗമായി ആമെ ജ്വലിപ്പാൻ ഇന്നാർക്കും ആമെ താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇന്ന് ഞാനും നിങ്ങളും ആമെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലാണെങ്കിൽ തന്നെയും ആമെ സമയങ്ങളെ മാറ്റിവെച്ച് പ്രിയ ആമെ കർത്തദാസന്റെ ക്ഷണപ്രകാരം ആമെ കൂടി വന്നിരുന്ന് ആമെ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേ എത്രയോ കൂട്ടുവിശ്വാസികൾ ആമേ ഇതിലൊന്നും താല്പര്യമില്ലാതെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ തേടി അവർ മുന്നോട്ട് പോകുമ്പോൾ ആമേൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയോടെ ആത്മഭാരത്തോടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെയും ദൈവദാസന്മാരെ ഓർത്ത് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒടുവിലായി ഈ ശിഷ്യന്മാർ സാധാരണക്കാരായിരുന്നു, എന്നാൽ ഞാനും നിങ്ങളും ഒരു സാധാരണക്കാരാ. ആമേൻ. മൂക്കുവന്മാരായ ഈ ശിഷ്യന്മാരെ അവർ പാവപ്പെട്ടവരായിരുന്നെങ്കിലും അവർ കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടതായി വന്നിരുന്നു. എന്നാൽ അവർ വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു. എങ്കിലും ഇസ്രായേലിലെ ഏറ്റവും പിന്നോക്ക ഗലീലയിൽ നിന്നുള്ളവരായതിന് കർത്താവ് അവരെ തള്ളിക്കളഞ്ഞില്ല. അവർ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും. ആമേൻ. പത്രോസ് പ്രസംഗിച്ച പ്രസംഗം അത് തന്നെയാ. ആമേൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുകയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എത്ര പേർക്ക് ആമേൻ മാനസാന്തരപ്പെടുവാൻ, എനിക്കും ആമേ ഒരു മാനസാന്തരം ആവശ്യമാണ്. നമ്മുടെ സ്വഭാവത്തില്, നമ്മുടെ ജീവിത രീതിയില്, ആമേ നമ്മുടെ ദൈവമായുള്ള കൂട്ടായ്മയില് നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്. ആമേ നാം ഒരിക്കൽ മാനസാന്തരപ്പെട്ടവരാ, നാം മനുഷ്യരാ. നമുക്ക് കുറവുകൾ വന്നേക്കാം, നമുക്ക് കുറ്റങ്ങൾ വന്നേക്കാം, നമുക്ക് അതിന്റെ പിന്നിലെ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചവരായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രിയിൽ പറയേണ്ടത്, കർത്താവേ ഞാനൊരു അനുതാപത്തോടെ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ആമേൻ. അനുതാപത്തോടെ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അനുതാപമില്ലാതെ കർത്താവിനെ നമുക്കാർക്കും കാണാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. പത്രോസ് എന്താ ചെയ്തത്? കർത്താവിന്റെ കാൽക്കൽ വീണു. ഞാനൊരു പാപിയാണേ. ആമേൻ. ഞാൻ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ എന്റെ കർത്താവിനോട് ഞാൻ പറഞ്ഞത്, കർത്താവേ ഞാനൊരു പാപിയാണ്. ഞാനൊരു പാപിയാണ്. കാര്യം രാവിലെ 9:30 മണി കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ ഒരു ബിൽഡിങ് റെന്റിനെടുത്ത് പുതിയതായിട്ട് എടുത്തു. നേരത്തെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ബിൽഡിംഗ് എടുത്താണ് ഞങ്ങൾ വിട്ട് നമ്മുടെ പഴയ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന ആ ബിൽഡിങ് ഞങ്ങൾ 24-ാം തീയതി എഗ്രിമെന്റ് എഴുതി. ഇന്ന് ഞങ്ങളത് ഫുൾ അത് വാഷ് ഔട്ട് ചെയ്ത് നാളെ അതിന്റെ അകത്തുള്ള ഇലക്ട്രിക് വർക്ക് കാര്യങ്ങളൊക്കെ നടത്തി 10-ാം തീയതിക്കുള്ളിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ആ ബിൽഡിങ്ങിൽ തന്നെ താമസവും പ്രാർത്ഥനയും കൂടെ നടത്തുവാനുള്ള ഒരു ക്രമീകരണത്തിൽ നിന്ന് ഞാനും എന്റെ പ്രിയപ്പെട്ടവളും കൂടെ അത് ക്ലീൻ ചെയ്ത് വാഷ് ഔട്ട് ചെയ്തിരുന്നപ്പോ എന്റെ മനസ്സിൽ വന്നൊരു ഒരു ചിന്ത, അതിനകത്ത് ഒരു 70 ബംഗാളികൾ താമസിച്ച ഒരു ബിൽഡിങ്. അപ്പൊ നിങ്ങൾക്കറിയാം അതിനകത്തെ തറകളുടെയും ഭിത്തികളുടെയും അഴുക്ക് എത്ര മാത്രമുണ്ട് എന്ന്. അത് വാഷ് ഔട്ട് ചെയ്ത് ബാത്റൂം നല്ല എന്താ പറയുന്നത്, വാഷ്റൂം ഒക്കെ വളരെ മോശമായ അവസ്ഥയിൽ കിടക്കുക. ഞാൻ പമ്പ് വെച്ച് അടിച്ച് കഴുകുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കർത്താവേ ഇതിന് പ്രതിഫലം ഞങ്ങൾക്ക് നൽകി തരണമേ. ആമേൻ. ദിവസം വളരെ വേദനയോടെ ഞാൻ കർത്താവിനോട് പറഞ്ഞത്, ഒരിക്കലും
കർത്താവിന്റെ തിരുവചനവുമായി യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് എന്നെ തേടി വന്ന് എനിക്കിങ്ങനെ ഒരു ജന്മം തന്ന് എന്നെ കർത്താവിന്റെ വചനം പഠിപ്പിച്ച് ഈ പോർക്കളത്തിൽ നിൽപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നു. എന്നിലും ബലവാന്മാരായവർ വീണുപോയ സ്ഥാനത്ത് ആമേ ഞാൻ ഈ കർത്താവിന്റെ വേല മതി എന്ന് പറഞ്ഞ് ആമേ കർത്താവ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് എനിക്ക് എന്റെ മനസ്സിന് ഏറ്റവും മുറിവുകളും എനിക്കുണ്ടായ തിക്താനുഭവങ്ങളും ഞാൻ ദൈവത്തോട് പറഞ്ഞ കർത്താവേ ഞാൻ മതിയാക്കുക. ഒരു ശുശ്രൂഷ എന്ന പട്ടവും ഒരു ശുശ്രൂഷ എന്ന മേലെഴുത്തും ഞാൻ നിന്റെ കാൽ കീഴ് വെക്കുക എന്ന് പറഞ്ഞ നിമിഷം പറഞ്ഞ അന്ന് രാത്രി പിറ്റേ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ മാടി വിളിച്ചു. പ്രിയ ജോമം കുരുവിള പാസ്റ്റർ മൂവാറ്റുപുഴ സെക്ഷനിൽ ശുശ്രൂഷിക്കുമ്പോ എന്റെ അടുത്തേക്ക് ഓടി വന്ന് എന്റെ അമ്മയോട് ഞാൻ തലേന്ന് രാത്രി പറഞ്ഞത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ദൈവദാസനിലൂടെ എന്നോട് സംസാരിച്ചു. ശുശ്രൂഷ മതിയാക്കി വീട്ടിൽ പോകാമെന്ന് തീരുമാനമെടുത്ത ദൈവദാസനെ നീ പോകരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത് ഈ ലോകത്തിന് നിന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണം. ആ കേട്ട ദൈവശബ്ദമാണ് ഇന്ന് എന്നെ നിലനിർത്തിയിരിക്കുന്നത്. ഈ പത്രോസുമായി എന്റെ ജീവിതം കൂട്ടിക്കിഴിക്കുമ്പോ ഞാനും എന്റെ കർത്താവിനെ തള്ളി പറഞ്ഞവനാ, ഞാനും എന്റെ കർത്താവിനെ ഉപേക്ഷിച്ചവനാ. പക്ഷേ വെള്ളത്തിലാണ്ടുപോയ എന്നെ ഇളകി മറിയുന്ന ലോകമഹാസമുദ്രത്തിൽ വീണുപോയ എന്നെ അവന്റെ വലം കൈ നീട്ടി ദൈവത്തിന്റെ വചനം എന്റെ ഉള്ളിൽ പകർന്ന് എന്നെ വിളിച്ചു നോക്കിയിട്ട് പറഞ്ഞു, സാമേ കെട്ടുമുട്ടിൽ കെട്ടപ്പെട്ടതിനെ സാന്ദ്രത്തോടെ അഴിച്ചുവിടാ. എനിക്ക് നിന്നെ വേണം, നീ എനിക്ക് വേണ്ടി പോകണം. തകർന്നു പോയ എന്നെ ഒരു കരുത്തുറ്റവളനാക്കി മാറ്റി. വീണുപോയ എന്നെ പൊക്കിയെടുത്ത എന്റെ ദൈവം ഇന്ന് രാത്രി നിറകണ്ണുകളോടെ ഞാൻ എന്റെ കർത്താവിന് നന്ദി പറയുക. യോഗ്യതയിൽ നിന്ന് ലോകം പറഞ്ഞാലും, യോഗ്യതയിൽ നിന്ന് സമൂഹം പറഞ്ഞാലും, യോഗ്യതയിൽ നിന്ന് കൂടപ്പിറപ്പുകൾ പറഞ്ഞാലും, യോഗ്യതയിൽ നിന്ന് പെറ്റമ്മ പറഞ്ഞാലും തള്ളിക്കളയാത്തൊരു ദൈവം, ആ ദൈവം നമ്മളിത് കൂടെ ഉണ്ട്. കരയുന്ന പ്രിയപ്പെട്ടവരോട്, പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോട്, ദൈവസന്നിധിയിൽ തകർന്നു പോയെന്ന് പറയുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, നിന്റെ ചോദ്യത്തിന് ഉത്തരമായി നീ ഒറ്റയ്ക്കല്ല. നിന്റെ കരം പിടിപ്പാൻ ഈ ലോകത്തിന്റെ താങ്ങുകൾ മാറിപ്പോയാലും, ഈ ലോകത്തിന്റെ ശക്തി മാറി നിന്നാലും, ഈ ലോകത്തിലെ സ്നേഹിതർ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്തവനായ ഒരു കർത്താവ് നിനക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നെന്ന് പറയുവോ? വിശ്വസിക്കുന്നവർ കരങ്ങളിൽ അടിച്ച് ദൈവത്തെ ആരാധിച്ചേട്ടെ. അവൻ നമ്മളെ കൈവിടുകയില്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല. ഹന്ന ദൈവസന്നിധി നിലവിളിച്ചു. ഹന്ന നിലവിളിക്കുന്നത് കണ്ട് എലിപുരോഹിതൻ വെറുതെറുത്തു. ഇവൾ മാത്തുവിലകരി പിടിച്ചു, മാത്തു പിടിച്ചിട്ട് അവൾ എന്തൊക്കെയോ പുലമ്പുക. ഹന്ന അത് കേട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയം പകർന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയം പകരുവാൻ കഴിയും? ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ദൈവത്തോട് നിലവിളിപ്പാൻ കഴിയും? അവൾ ദൈവത്തിന്റെ സന്നിധി നിലവിളിച്ചു. അവിടെ നിലവിളിയുടെ ശബ്ദം ആലയത്തിന്റെ ചുമരുകളിൽ അലയടിച്ചു. ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിലെ ദൈവം ഹന്നയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഇന്ന് രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. എനിക്കും നിങ്ങൾക്കും വേണ്ടി താണു വരുന്നൊരു ദൈവമുണ്ട്. ദാവീദിന്റെ പ്രാർത്ഥന പ്രകാരമാ, യഹോവേ ഞാൻ നിലവിളിക്കുമ്പോ എനിക്ക് ഉത്തരമല്ലണമേ. യഹോവേ ഞാൻ ചെവിചായിച്ച് എന്റെ നിലവിളി കേൾക്കണമേ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ എത്ര പേർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? എത്ര പേർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? ദാവീദിന് പറയുവാൻ കഴിയും, എന്നെ അപ്പനും അമ്മയെ ഉപേക്ഷിച്ചു. ഞാൻ കാടിന്റെ ഏകാന്തതയിൽ കിടന്നു. ഞാൻ പറയും, അവൻ പൊട്ടനെ പോലെ അവന്റെ കയ്യിലുള്ള കിണരം വീട്ടി അവൻ ദൈവത്തെ പാടി സ്തുതിച്ചു. അവൻ ദൈവത്തെ പാടി സ്തുതിച്ചു.
അവനെ ദൈവാഭിഷേകത്തോടെ പുറത്തു കൊണ്ടുവന്നു. ദാവീദിന്റെ ബാല്യകാലം നോക്കിയാണെങ്കിൽ സഹോദരന്മാർക്ക് പാൽക്കട്ടയും തേനുമായി യവവുമായി ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി അപ്പം പറഞ്ഞയക്കുമ്പോ താഴ്വര യുദ്ധം നടക്കിയ യുദ്ധം കാണുവാൻ അവൻ വന്നു നിൽക്കുമ്പോ അവന്റെ സഹോദരൻ അവനെ ആട്ടി ഓടിക്കി. അല്പം കഴിഞ്ഞും ദാവീദ് അവിടുന്ന് മാറി അങ്ങോട്ട് അല്പം മാറി നിന്നു. സഹോദരൻ പറഞ്ഞു, നീ കൊച്ചി ഇറക്കനാ, നീ യുദ്ധം കാണുവാൻ ഇവിടെ വരേണ്ട ആവശ്യമില്ല. നീ എന്ത് ചെയ്യണം? നിന്റെ സഹോദരൻ അടുത്തേക്ക് പോവുക. എന്നാൽ അവന്റെ ഉള്ളിൽ കിടന്ന അഭിഷേകം മലനായ ഗോലിയാത്ത് ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നത് കണ്ട് അവന്റെ ഉള്ളം പിടഞ്ഞു. അവന് സഹിക്കാൻ പറ്റിയില്ല. ഈ ആട്ടുചെറുക്കനായ ദാവീദിനെ രാജാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇവൻ അവനോട് യുദ്ധം ചെയ്യുവാൻ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. പടക്കോപ്പൊക്കെ നൽകി, വാളുവൊക്കെ നൽകി. ദാവീദ് പറഞ്ഞു, രാജാവേ, എനിക്കിതിടാൻ കെൽപ്പില്ല, എനിക്കിതിടാൻ അതിനുള്ള ത്രാണിയില്ല. എനിക്കറിയാം അവനെ എങ്ങനെ നേരിടണമെന്നത്. തൊട്ടിൽ നിന്ന് കല്ല് പിറക്കി സഞ്ചിയിൽ നിന്ന് കവണയെടുത്ത് ഗോലിയത്തായ മല്ലിനെ അടിക്കുവാൻ നിൽക്കുമ്പോ മല്ലനായവൻ ചോദിക്കുന്ന, നീ വടിയും കോലും കൊണ്ടോ എന്റെ നേരെ വരുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരാളുടെ നീളം കണ്ടോ പ്രായം കണ്ടോ നാം അവരെ അളക്കരുത്. ദാവീദിനെ മല്ലൻ അളന്നു. ദാവീദിനെ മല്ലൻ പുച്ഛിച്ചു. എന്നാൽ തിരിനെറ്റി നോക്കി അഭിഷേകമുള്ളവൻ ഒരൊറ്റയടി മല്ലനായവൻ നിലത്ത് വീഴുന്നത് കണ്ട് വാളെടുത്ത് അവനെ തലവെട്ടി രാജധാനിയിൽ കൊണ്ടുപോയ അഭിഷേകമുള്ളവൻ. ഞാൻ ചോദിക്കട്ടെ, അഭിഷേകമുള്ളവനെ തകർക്കുവാൻ ഈ ലോകത്തിന് ശക്തികൾക്ക് കഴിയുകയില്ല. അഭിഷേകമുള്ളവനെ തൊടുവാൻ ഈ ലോകത്തിന് അധിപതികൾക്ക് കഴിയുകയില്ല. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ ശക്തിയോടെ ഞാൻ വിളിച്ചു പറയുക, ഏത് ബന്ധനമായിക്കോട്ടെ, ഏത് അന്യാരാധന ശക്തികളുടെ കോട്ടയായിക്കോട്ടെ, ഏത് പട്ടിന്റെ ശക്തിയായിക്കോട്ടെ, ഏത് പൂജാ വിഗ്രഹങ്ങളുടെ തേർവാഴ്ചയായിക്കോട്ടെ, നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, നിന്റെ സഭയ്ക്ക് വിരോധമായി, നിന്റെ ദേശത്തിന് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി നിന്നെ പിടിച്ചു കെട്ടുമെന്ന് അത് വാദിക്കുന്ന മണ്ഡലങ്ങളോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ തൊടുവാൻ ഈ ദേശത്തിന്റെ അധിപതികൾക്ക് കഴിയുകയില്ല. കാരണം നിന്റെ അഭിഷേകം ചെറുതല്ല. ഇന്ന് രാത്രി തിരുവചനം കേൾക്കുമ്പോ എന്റെ നിങ്ങളെ ഉള്ളിലെ അഭിഷേകം ഉള്ളവർ കരങ്ങളെ അടിച്ച് അല്പസമയം അൺമ്യൂട്ട് ചെയ്ത് അന്യഭാഷയിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ചോട്ടെ. ഓ റബന ശംദുരി, ഓ വൈരക രഗതനാരബ അതുരി വൈരക സിയാരബ. തേർവാഴ്ചകളെ, ദൂതന്റെ ആധിപത്യങ്ങളെ, ശത്രു കെട്ടിയ ബന്ധനങ്ങളെ, രോഗങ്ങളെ തളർത്തുന്ന രോഗത്തിന്റെ ബന്ധനങ്ങളെ കഴിവുള്ളൊരു കർത്താവ് ഇന്ന് രാത്രിയിൽ എനിക്കും നിനക്കും വേണ്ടി യുദ്ധം ചെയ്യുവാൻ പിടിച്ചവാളുമായി വന്നു നിൽക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ അല്പസമയം അന്യഭാഷയിൽ അന്യൂട്ടി ചെയ്ത ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. ശുശ്രൂഷകൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന, ശുശ്രൂഷകൾക്ക് വിരോധമായി പോരാടുന്ന, ഞങ്ങളുടെ ഭവനങ്ങളോട് പോരാടുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തോന്മേൽ ഞങ്ങളെ വൈത്തിരിക്കുമ്പോൾ ഞങ്ങളെ വെല്ലുവിളിക്കുന്ന ദേശത്തിന്റെ ബോധികളെ ഇന്ന് രാത്രി ദൈവവചനത്തിന് മുമ്പാകെ ഗോലിയാത്തിനെ അടിച്ചിട്ടതുപോലെ ഒരു അഭിഷേകം ശത്രുവിന്റെ കോട്ടക്കകത്ത് കയറി അടിപ്പാൻ, ആത്മാവിൽ യുദ്ധം ചെയ്യുവാൻ അങ്ങനെ റെഡിയാക്കി തീർക്കുമാറാകണമെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഓ റബനിശാന്തുരി, നിന്ദിക്കുന്നവരെ നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്ന ഒരു കാലം. ഇവിടെ അതാ സംഭവിച്ചത്. ദാവീദിനെ സഹോദരനെ നിന്ദിച്ചു. നീ ഇവിടെ നിൽക്കണ്ട, നീ കൊച്ചിറക്കനാ, നീ വീട്ടിൽ പോക്കോ. പക്ഷേ യുദ്ധത്തിൽ ജയിച്ചപ്പോ ദാവീദിനെ അവരെടുത്തുയർത്തി നൃത്തം ചെയ്തു. കാര്യം അവന്റെ ഉള്ളിലെ അഭിഷേകമാണ് അത് ജയിപ്പിച്ചത്. വ്യക്തികളുടെ കാര്യമില്ല, പക്ഷെ ദൈവം അവനെ എന്ത് ചെയ്തു? തക്ക സമയത്ത് ഉപയോഗിച്ചു.
പ്രൈസലോ. ഞാന് എന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ വർഷത്തിന് ചില അവസാന മാസങ്ങളിലാണ് ഈ സൂം മീറ്റിംഗിൽ പ്രസംഗിക്കുന്നത്. ആമേൻ. പ്രിയ കൊല്ലത്തുള്ള റാണി ആന്റിയുടെ ഇമ്മാനുവൽ മിനിസ്ട്രി എന്ന് പറയുന്ന ആ സൂം പ്ലാറ്റ്ഫോമിൽ ഞാൻ പ്രസംഗിക്കുമ്പോ ആമേൻ, പ്രിയ ആന്റി അങ്ങനെ അവസരം തന്നെ അങ്ങനെയാണ് എനിക്ക് സാബുങ്ങളുമായി ഞാൻ പരിചയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ആമേൻ, ഞാൻ കൊതിച്ച അവസരങ്ങളാ ഒരു പ്രസംഗം. അനേക അഭിഷക്തന്മാർ പ്രസംഗിക്കുമ്പോൾ ഞാൻ കൊതിയോടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അവര് പറയുന്ന ദൂതുകളൊക്കെ നെഞ്ചത്ത് കൈവച്ചേറ്റെടുത്ത് പ്രാർത്ഥിക്കും. കർത്താവേ, നീ എന്നെ ഉപയോഗിക്കണമേ, നീ എന്നെ ഉപയോഗിക്കണമേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. ആമേൻ. പ്രിയ ജോസ് പാസ്റ്റർ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാർ. എനിക്ക് ജോസ് പാസ്റ്ററിനെ പരിചയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇറവങ്കര ചർച്ചില് ആമേൻ ഒരു മാസയോഗത്തിന് പാസ്റ്റർ പ്രസംഗിക്കാൻ വന്നു. അങ്ങനെയല്ലാതെ ഒരു പരിചയം എനിക്ക് അദ്ദേഹവുമായി ഇല്ല. പക്ഷേ എന്റെ പേര് പറയുകയും എനിക്കിങ്ങനെ അവസരം ഒരുക്കി തന്നതിന് പ്രിയ പാസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. പാസ്റ്ററിനെ ഓർത്തും ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ്. പാസ്റ്റർ ശുശ്രൂഷകളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ദാവീദിനെ ജ്യേഷ്ഠൻ ഇത് പുച്ഛിച്ചു, ഹന്നായെ ഏലി എന്ത് ചെയ്തു? പരിഹസിച്ചു. പക്ഷെ അടുത്ത ഭാഗം വരുമ്പോ യോസേഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സഹോദരന്മാർ ഒറ്റപ്പെടുത്തി. അവഗണിച്ചവനെ അംഗീകരിക്കുകയും മാറ്റി നിർത്തിയവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ട ഒരു കാലം വിദൂരമല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ രാത്രി വിശ്വാസത്തോടെ എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, ഞാൻ ഒറ്റപ്പെട്ടവനാ, കർത്താവേ, ഞാൻ ഒറ്റപ്പെട്ടവളാ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമേ. ഞാൻ വിശ്വാസത്തോടെയാ പറയുന്നത്, എന്റെ ജീവിതാനുഭവത്തോടെ ഞാൻ പറയുന്നത്. ആരും ഒന്ന് സഹായിക്കാനില്ലേലും, ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരെ നിങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും, നിങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. ആമേൻ. അതിന് ഉദാഹരണമായി നിൽക്കുന്ന ഞാൻ, ഈ പ്രസംഗിക്കുന്ന ഈ വ്യക്തിയായി ഞാൻ, ആമേൻ, എന്നെ ദൈവമാ ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പറയുന്നത് സകല മാനവും മഹത്വവും എന്റെ കർത്താവിനാ. ആമേൻ. ഇന്ന് രാത്രിയിൽ പറയണം, കർത്താവേ, നീ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അങ്ങയുടെ മഹത്വമുള്ള രാജ്യത്തിന് വേണ്ടി കർത്താവേ, എന്റെ ചെറുവിരൽ അനക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറയുവാൻ എത്ര പേർ തയ്യാറാകും? നിശ്ചയമായും യഹോവ നിസിയായവൻ നമുക്ക് വേണ്ടി ജയത്തിന്റെ കൊടി നാട്ടും. യഹോവ നിസിയായവൻ നമുക്ക് വേണ്ടി ജയത്തിന്റെ കൊടി നാട്ടും. ആമേൻ. മോശയോട് ദൈവം പറഞ്ഞു, നീ ജനത്തെ കൊണ്ട് പുറപ്പെടുക. മോശ പറഞ്ഞു, കർത്താവേ, ദൈവമേ, ഞാൻ വിക്കുള്ളവനാ, ഞാൻ പഠിച്ച നാവുള്ളവനാ. പക്ഷെ ദൈവം പറഞ്ഞു, നീ ഈ ജനത്തെ നയിക്കണം. മോശ ശിരസാ വഹിച്ചു, അവിടെ അനുസരിച്ചു. ശിമയോൻ ഇവിടെ അനുസരിച്ചു. ആമേൻ. ഈ മോശ ഈ ജനത്തെ നയിക്കുമ്പോ അവർ പലതവണ ദൈവസന്നിധിയിൽ പിറുപിറുത്തു. ആമേൻ. പിറുപിറുപ്പിന്റെ ശബ്ദം മോശയുടെ കാതിൽ അലയടിക്കുമ്പോ മോശ ദേഷ്യപ്പെട്ടു. ആമേൻ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, വിശന്നപ്പോ അവർക്ക് ആഹാരം നൽകി, കുടിപ്പാൻ ജലം നൽകി, മാറായ മധുരമാക്കി കരങ്ങളിൽ കൊടുത്തു, കടലിലെ ദിവ്യാദാന്റെ തലയെ തകർത്ത് കാടപ്പക്ഷികളായി മരുഭൂമി ദൈവം അവർക്ക് നൽകി. പക്ഷേ എന്നിട്ടും ഈ ജനം എന്ത് ചെയ്തു? പിറുപിറുപ്പുള്ളവരായിരുന്നു. പക്ഷെ ദൈവം അവരെ കൈവിട്ടില്ല. തിരുവചനം പറയുന്നത്, അവർ വസ്ത്രം വഴുകിയില്ല, അവർ ചെരുപ്പ് തെളിഞ്ഞില്ല. ആമേൻ. അവരെ എന്ത് ചെയ്തു? ദൈവം ചെങ്കടൽ കടത്തി മറുകരയിൽ കൊണ്ടുവന്നു. അവരെ അലട്ടിയ ഫറവോന്റെ ശക്തി അവിടെ ഇല്ലാണ്ടാകുക. എങ്ങനെ ഇല്ലാണ്ടാകേ? കുത്തി ഒളിച്ച ചെങ്കടലിനെ വിഭാഗിച്ച നടുവിലൂടെ നടത്തുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ തന്നെ മുടിക്കാൻ വന്ന ഫറവോന്യ ശക്തി അവിടെ ഉന്മൂലനം ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞ, കർത്താവേ, ഞാൻ നിന്റെ നാമത്തിന് വേണ്ടി ഓടുമ്പോ, ഞാൻ നിന്റെ നാമത്തിൽ നിലനിൽക്കുമ്പോ എന്നെ നശിപ്പിക്കുവാൻ വരുന്ന, എന്നെ തകർക്കുവാൻ വരുന്ന ഈ ലോകത്തിന്റെ ഫറവോന്റെ ആധിപത്യങ്ങളെ, മിസ്രൈമിന്റെ ശക്തികളെ കർത്താവ് എനിക്ക് വേണ്ടി ഉന്മൂലനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രിയിൽ ഈ സ്ലോട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തയ്യാറാകണം. നിശ്ചയമായും ചെങ്കടലിനെ വിഭാഗിച്ചവൻ
നമുക്ക് വേണ്ടി വഴികളെ തുറക്കും. ചെങ്കടലിനെ വിഭാഗിച്ചവൻ നമുക്ക് വേണ്ടി വഴിയെ തുറക്കും. ആമേ, വഴി എത്ര ശോധനയുള്ളതായിക്കോട്ടെ, വഴി എത്ര കഠിനമുള്ളതായിക്കോട്ടെ, വഴി എത്ര ദുർഘടമായിക്കോട്ടെ, ആമേ, കർത്താവിനത് പ്രശ്നമല്ല. ആമേ, വഴി ഇതിലെ എന്ന് പറഞ്ഞ് ആമേ നിന്റെ വലം കൈ പിടിച്ച് നടത്തുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവന്റെ പേരത്രേ നാസ്രേനായ കർത്താവ്. ആമേ, അവന്റെ പേരത്രേ നാസ്രേനായ കർത്താവ്. അവന്റെ പേരത്രേ നമ്മെ പേർ ചൊല്ലി വിളിച്ചവൻ. അവന്റെ പേരത്രേ യേശു. പ്രൈസലോ. ഈ പത്രോസ് കർത്താവിനെ പിൻപറ്റുമ്പോ അവൻ മുമ്പിലായിരുന്നു. ആമേൻ. പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസ് കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോ 3000 പേർ കർത്താവിന് വേണ്ടി ആമേൻ സമർപ്പിക്കപ്പെട്ടു. ഇന്ന് രാത്രിയിൽ നമ്മൾ കർത്താവിന്റെ നാമത്തിൽ ശുശ്രൂഷിക്കുമ്പോ, കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോ, കർത്താവിന്റെ വചനത്തിൽ ജീവിക്കുമ്പോ നമ്മൾ നിമിത്തം ഒരാളെ നേടുവാൻ, നമ്മൾ നിമിത്തം ഒരു കുടുംബത്തെ നേടുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അവൻ നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. അവൻ നമ്മെ സഹായിപ്പാൻ മതിയായവനല്ലോ. ആമേൻ. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നു. പ്രിയ സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസനോടും സഭയോടും കുടുംബത്തോടും നന്ദി അറിയിക്കുന്നു. വിശേഷാൽ പ്രിയ സഭകളുടെ കുടുംബത്തോടെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളെ ഓർത്ത് വിശേഷാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്റെ പിതാവിനെ ഓർത്ത് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പിതാവിന്റെ പേര് മോനി എന്നാണ്. എന്റെ പിതാവിന് 7 സഹോദരങ്ങളാണ്. 5 ആൺ സഹോദരന്മാരും 2 സഹോദരിമാരും. എന്റെ ഇളയ മാവിയാണ്. ഇപ്പോ കായംകുളത്ത് ചർച്ചിലെ ശുശ്രൂഷിക്കുന്ന പ്രിയ ജോസ് വർഗീസ് പാസ്റ്ററിന്റെ വൈഫ്. എന്റെ മാവിയും ഞങ്ങള് മാവിയുടെ നാത്തുമാർ, എന്റെ മമ്മി, എന്റെ വലിയമ്മമാരെ, എന്റെ മാവി, എന്റെ കൊച്ചമ്മയാണ് വിശ്വാസത്തിലുള്ളത്. അവരെ ഞങ്ങളുടെ പിതാക്കന്മാർ 5 പേരിൽ 2 പേര് മരിച്ചുപോയി. ബാക്കി 3 പേരുണ്ട്. അവരും വിശ്വാസത്തിലേക്ക് വരുവാൻ, ഈ പാതയിൽ ജീവിപ്പാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിന് വേണ്ടി നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. അവൻ നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. കർത്താവിന്റെ മഹത്വം. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ആത്മഭാരത്തോടെ സ്തോത്രം കണ്ണുനീരിന്റെ നനവോടെ നമ്മോട് സംസാരിപ്പാനിടയായി. കർത്താവിന്റെ വാക്കിന് നാം വലയിറക്കുമ്പോൾ ആമേൻ സ്തോത്രം. ആമേൻ. അല്പം മുൻകോപിയായ തള്ളിപ്പറഞ്ഞ സ്തോത്രം എടുത്തിയാട്ടക്കാരനായ പത്രോസിന് വേണ്ടി കർത്താവ് നിന്നു. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും കർത്താവ് പത്രോസിനെ തള്ളിപ്പറഞ്ഞില്ല, ചേർത്ത് നിർത്തി. നമ്മുടെ പോരായ്മകൾ, കുറവുകൾ എല്ലാം നാം ഒന്നുകൂടെ കാണാനും ഒന്നുകൂടെ മാനസാന്തരപ്പെട്ട് ഈ പുതിയ വർഷത്തിൽ കർത്താവിനോട് ചേർന്ന് വരാനും കർത്താവിന്റെ ദാസൻ നമ്മെ വചനത്തിലൂടെ ആത്മാവിലൂടെ ആഹ്വാനം ചെയ്തു. കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ ആ സന്ദർഭത്തിൽ കർത്താവ് മാറുന്നില്ല. ചെങ്കടലിൽ വഴി തുറക്കാൻ ദൈവം ശക്തനാണ്. പോരാട്ടങ്ങൾ എന്തുമാകാം, അതിനപ്പുറത്തേക്ക് ദൈവത്തിനൊരു വഴിയുണ്ട്, പ്ലാനുണ്ട്. അത് നമ്മൾ മറന്നു പോകാതെ ചേർന്ന് നിൽക്കണം. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. കർത്താവിന്റെ ദാസൻ ഐശ്വര്യമായിട്ട് വചനം ശുശ്രൂഷിച്ചല്ലോ. അവിടുത്തെ പ്രവർത്തനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് തോന്നുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ 30 വർഷത്തിന് മുമ്പ് എടപ്പോണിലുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വന്ന്, അന്ന് അജിപി ജോസഫ് ആയിരുന്നു പാസ്റ്റർ. അവിടെ വന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. സ്തോത്രം. ആദ്യം അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അജിപി ജോസഫ് എന്ന് പറയും. 30 വർഷത്തിന് മുമ്പ്. ആ ബിൽഡിങ്ങിൽ തന്നെയാ. ഓക്കെ. സ്തോത്രം. കർത്താവ് ദൈവദാസന്റെ പ്രവർത്തനത്തെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവം മാനിക്കും, ദൈവം അത്ഭുതം ചെയ്യും. ഉറച്ച് വിശ്വസിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ കർത്താവ് സഹായിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ ദാസനെയും പ്രവർത്തനങ്ങളെ ഓർത്ത് വിശേഷാൽ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെ മാനസാന്തരം കർത്താവ് നൽകും. ദൈവം വിശ്വസ്തനാണ്. തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും ദൈവം നന്നായി നടത്തും. വിശ്വാസത്തോടെ ഉറപ്പോടെ ശുശ്രൂഷയിൽ ചെയ്യുക. കർത്താവ് വഴികൾ തിരിച്ച ശുശ്രൂഷകൾ പുതിയത് തന്ന് നമ്മെ അനുഗ്രഹിച്ച് നടത്തും, അത്ഭുതം ചെയ്യും. വിശ്വസിച്ചു. നമുക്ക് പ്രാർത്ഥിച്ച്
അവസാനിപ്പിക്കാം. സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ ദാസന്മാർ ആരാണുള്ളത്? സ്തോത്രം. പിടിയെന്ന് എല്ലാവരും അങ്ങ് പോയി. ആമേൻ. സ്തോത്രം. ദൈവദാസന്മാർ ആരെങ്കിലും ഉണ്ടെ പ്രാർത്ഥിച്ചാട്ടെ. ഫിലിപ്പിച്ചാൻ പ്രാർത്ഥിച്ചാട്ടെ. ഫിലിപ്പ് ജോഷിച്ചാൻ പ്രാർത്ഥിച്ചാട്ടെ. ഫിലിപ്പ് ജോഷി. സ്തോത്രം, 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 സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തോത്രം കർത്താവേ. രാത്രികാല സൂ മീറ്റിംഗിൽ ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചല്ലോ കർത്താവേ. ഈ രാത്രികാലം ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദിയോട് സ്തോത്രം സ്തുതിക്കുന്നു കർത്താവേ. കർത്താവിന്റെ ദാസനെ ഈ രാത്രികാലവും അതിശക്തമായി കർത്താവെ ഉപയോഗിച്ച പ്രഭകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹാലലുയ. പത്രോസിന്റെ പടകിനെ നിറച്ചു കൊടുത്ത കർത്താവ്, ഹാലലുയ. സ്തോത്രം തള്ളി പറഞ്ഞപ്പോഴും ഹാലലുയ കർത്താവ് ചേർത്ത് പിടിപ്പാനായിട്ട് ഇടയായല്ലോ കർത്താവെ. പത്രോസിൽ കൂടി അനേകരെ ഹാലലുയ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാനായിട്ട് ഇടയായല്ലോ കർത്താവെ. ഹാലലുയ. സ്തോത്രം കേൾപ്പിച്ച എല്ലാ നല്ല ആലോചനകൾക്കായി സ്തോത്രം കർത്താവെ. ഞങ്ങൾ ദൈവസന്നിധിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുന്നവരായി തീരുവാൻ, ദൈവം പറയുന്നത് അനുസരിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകണമേ നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പുതുവർഷത്തിൽ കർത്താവിന്റെ ആലോചന പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല, ഹാലലുയ കർത്താവിന്റെ ഇഷ്ടപ്രകാരമായി ഞങ്ങളുടെ ജീവിതത്തെ നയിപ്പാൻ ദൈവമേ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലീഡിയാൻ കർത്താവിന്റെ ദാസനെ സഹായിച്ച കൃപകൾക്കായി നന്ദിയോട് സ്തോത്രത്തിന്റെ കർത്താവെ. ഇന്ന് സുമിറ്റ് പങ്കെടുക്കുന്നവരെ എല്ലാവരെയും തൃക്കരങ്ങളിൽ രാത്രികാലം ഏൽപ്പിച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇനി ഞങ്ങൾ തമ്മിൽ കൂടി വരും ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും മറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിഞ്ഞാട്ട് സകലമേശ്വരന്റെ നാമത്താൽ അന്വേഷിക്കുന്ന കൃപ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മോടുകൂടെ ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും വിശേഷാൽ ഇന്ന് ഐശ്വര്യമായി ദൈവം അതിനെ സുരക്ഷിച്ച കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ഈ സൂ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാ ദൈവമക്കളോടും കൂടെ ദൈവദാസന്മാരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയന്താണ് ദൈവത്തെ സ്തുതിക്കാം. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. സ്തോത്രം. എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും നന്ദി വിശേഷിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഐശ്വര്യമായ ആത്മഭാരത്തോടെ അതിനനുസരിച്ച കർത്താവിനുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ സ്തോത്രം. നമുക്ക് ഇടയ്ക്ക് കാണാം. സ്തോത്രം. ഇനിയും അവസരങ്ങൾ മീറ്റിംഗുകൾ ഉണ്ടാകും. ദൈവം അനുഗ്രഹിക്കട്ടെ പാസ്റ്റർ. സ്തോത്രം. പൊതു മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ നമ്പർ കൊടുക്കാം. പാസ്റ്റർ പോണം. ഓക്കെ പാസ്റ്റർ. തോമസ് പാസ്റ്റർ സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ഓക്കെ പാസ്റ്റർ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അക്കരയിൽ വെച്ച് പരിചയപ്പെട്ടതാ. ഓക്കെ. പറന്തലി ഉപവാസപ്രാർത്ഥന നടന്നപ്പോഴും ആ ഒന്നുകൂടെ പുതുക്കാനിടയായി. ഓക്കെ. ആട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ.